കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരാൾ അയാൾക്ക് നേരെയുണ്ടായ കൊട്ടേഷൻ ആക്രമണം തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് ക്രൈംബ്രാഞ്ചിൽ നിന്നും അത്ര പ്രാധാന്യമില്ലാത്ത ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് അന്വേഷണം നൽകി കുഴിച്ചുമൂടിയ ആ ഒരു കേസ് ഇവിടെ പുനർജനിപ്പിക്കുന്നു. അതെ, തനിക്കെതിരെ ഉണ്ടായ ആക്രമണം ഇവിടെ പുനരാവിഷ്കരിക്കുന്നു. ഒന്ന് കണ്ടു നോക്കൂ. ₹50,000 കൊട്ടേഷൻ നൽകിയ ആരുടെയും പേര് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം ഈ സമൂഹത്തിൽ പ്രൈവസിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട്. അവർക്കും ഒരു ജീവിതമുണ്ട്, അത് മാനിക്കുന്നു. എന്നാൽ അവരുടെ എല്ലാവരുടെയും പേരുകൾ കോടതികൾ മുൻപാകെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപാകെയും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ ഓരോ മുഖംമൂടികളും ഓരോ AI ജനറേറ്റഡ് ഇമേജുകളിലെ യഥാർത്ഥ വ്യക്തികളെയും പോലീസ് പുറത്തു കൊണ്ടുവരട്ടെ. വിളഭാഗം എസ് സുശീന്ദ്രനെ ഇഷ്ടമല്ലാത്തവരുണ്ടാകാം. കാരണം പല അനീതികൾക്കുമെതിരെ അദ്ദേഹം നടപടികൾ എടുക്കാൻ വേണ്ടി പരാതികൾ നൽകിയിട്ടുണ്ട്. ശരി തന്നെ. എന്നാൽ ഇത്തരത്തിൽ ഒരു പാവം മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകാമോ? ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാമോ? ഒടുവിൽ തനിക്കെതിരെ ഉണ്ടായ അക്രമം ഒരു വീഡിയോ രൂപത്തിൽ പുനരാവിഷ്കരിച്ച് ഉദ്യോഗസ്ഥലങ്ങളിൽ വീണ്ടും നൽകാൻ പ്രേരിപ്പിക്കപ്പെട്ട ആ നിസ്സഹായനായ ആ മനുഷ്യൻ്റെ ഈ ഒരു ചരിത്രം ഇവിടെ സ്വർണ്ണലിപികളാൽ കുറിക്കട്ടെ.